ഹലോ നമസ്കാരം മച്ചാന്മാരെ. നമ്മളിപ്പോൾ ഗുജറാത്ത് ഗുൽദേവിലാണല്ലോ കേട്ടോ. ഇവിടുത്തെ ഫുഡ് പിടിക്കാണ്ട് നമ്മളിപ്പോൾ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സെറ്റാക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. പാത്രങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങണം. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ വന്നിട്ട് മസാലപ്പൊടികൾ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യാനുസരണം തൂക്കത്തിന് നമുക്ക് വാങ്ങാം. അപ്പോൾ അത് നമ്മൾ വാങ്ങി. പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ അരി, നമ്മുടെ നാട്ടിൽ അരി കിട്ടില്ല. അപ്പോൾ തപ്പി പിടിച്ച് ഈ കടയിൽ വന്നപ്പോൾ ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് റൈസ് ഉണ്ട്. ആകെ കൂടി അത് മാത്രമേ ഇവിടെ ഉള്ളൂ ബോയിൽഡായിട്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തൽക്കാലം അതൊരു 2 കിലോ നമ്മൾ സാമ്പിളോടെ നിന്ന് വാങ്ങി. പിന്നത്തെ കുക്കർ, സാധനങ്ങൾ, ഗ്യാസ് ഇതെല്ലാം വാങ്ങി നമ്മൾ കൊണ്ട് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ ഈ ഓർഡർ ഓടിക്കുന്ന ചേട്ടന്. അപ്പോൾ ആൾ കുഴപ്പമില്ല, ഡീസൻ്റ് ആയിരുന്നു. ആകെ 200 രൂപ വാടക വാങ്ങി ലോകം മുഴുവൻ കറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റവും സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ സെറ്റ് ചെയ്തു. അരിതെ കഴുകി വെച്ചേക്കണു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, മസാലയും സാധനങ്ങളൊക്കെ ചേർക്കണം ചിക്കനിൽ. അരഞ്ചിട്ടോടെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയില്ല, റിഫൈൻ ഓയിലാണ് കിട്ടിയത്. അപ്പോൾ തൽക്കാലം അരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചിക്കനും സാധനങ്ങളൊക്കെ അപ്പുറത്ത് മസാല വെച്ചു. ഇനി ഉള്ളി വാട്ടി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ കാലത്തോട്ട് തപ്പി ഇറക്കാൻ തുടങ്ങിയതാണ് ഈ കട. കാരണം നമ്മൾ വന്നുപെട്ട സ്ഥലം ഒരു ഗുദാമ്പ് പോലത്തെ സ്ഥലമായിരുന്നു. ഒരു സാധനം അവിടെ കിട്ടണില്ല. ആ ഒരു ഉണക്കറോട്ടി മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ വെച്ച് കഴിക്കാനുള്ള പ്ലാനായത്. ഇനിയിപ്പോൾ ഇത് സവാളയൊക്കെ മൂപ്പിച്ച്, ഇത് വെറുതെ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ. അതിൽ വലിയ ടേസ്റ്റും കാര്യമൊന്നും നോക്കുന്നില്ല. പിന്നെ കിട്ടിയിട്ടുള്ള മസാലകൾ ഇവിടുത്തെ മസാലയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ ഉണ്ടാവും. പിന്നെ നമ്മളെന്ന് വെച്ചാൽ വയറിന് പറ്റാവുന്നൊരു ഭക്ഷണം കഴിക്കാമെന്ന് മാത്രം. കാരണം വിശപ്പ് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. അണ്ടം കത്തിയിട്ട് പള്ള നമ്മളെ തെറി പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ തെറിവിളി, സ്വന്തം വയറ്റിൽ നിന്നുള്ള തെറിവിളി ആക്കാൻ പറ്റാണ്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചത് വയറിന്. അതുപോലെ ചാവാറായി. ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല കാശ്മീരി മുളകൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അതാണ് ഇത്ര കളറ്. പിന്നെ അരിതെ ഇവിടെ നമ്മൾ ചോറാക്കി സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് അത്രയും കണ്ണ് കാണാനില്ല. അപ്പോൾ ടാറ്റ മക്കളെ.